വിനോദ് കംബ്ലിയും സച്ചിൻ ടെണ്ടുൽക്കറും ആരായിരുന്നു എന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരോട് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഒരാൾ ഇതിഹാസ തുല്യമായ കരിയറിനു ശേഷം ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചപ്പോൾ മറ്റൊരാൾ പ്രതിഭാസമ്പന്നമായ തന്റെ കരിയർ സ്വയം തകർത്തു. ഇതിഹാസ പരിശീലകൻ രാമകാന്ത് അച്ഛേറയുടെ ശിഷ്യന്മാരായിട്ടുള്ള ഇരുവരും അടുത്തിടെ ഒരു വേദിയിൽ കണ്ടുമുട്ടിയത് വലിയ വിവാദമായിരുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 സെഞ്ചുറികൾ നേടിയാണ് സച്ചിൻ ക്രിക്കറ്റ് കരിയർ അവസാനിപ്പിച്ചത്. അതേസമയം വിനോദ് കംബ്ലിയാകട്ടെ അച്ചടക്കമില്ലാത്ത ജീവിത രീതിയിൽ ദേശീയ ടീമിൽ നിന്ന് ചെറുപ്രായത്തിൽ തന്നെ പുറത്തുപോയി. കളിക്കളത്തിനകത്തും പുറത്തും വിവാദങ്ങളും അവസാനിക്കാത്ത പോരാട്ടങ്ങളായിരുന്നു കംബ്ലിയുടേത്. അടുത്തിടെ കംബ്ലി ഒരു പൊതുപരിപാടിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് ആരാധകർ അറിഞ്ഞിരുന്നു. അക്ഷരയുടെ അനുസ്മരണ ചടങ്ങിൽ അദ്ദേഹം തന്റെ പഴയ സുഹൃത്ത് സച്ചിനൊപ്പം വേദി പങ്കിട്ടെങ്കിലും ശാരീരികമായിട്ട് ദുർബലനായി കാണപ്പെടുകയായിരുന്നു. പ്രശസ്തിയിൽ നിന്ന് ദുരിതത്തിലേക്കുള്ള കംബ്ലിയുടെ യാത്ര തികച്ചും ഖേദകരമാണ്. ഒരിക്കൽ സച്ചിനേക്കാൾ കഴിവുള്ളവനായി കണക്കാക്കപ്പെട്ടിരുന്ന ഇടം കയ്യൻ ബാറ്ററുടെ അന്താരാഷ്ട്ര കരിയർ 9 വർഷം മാത്രമാണ് നീണ്ടു നിന്നിരുന്നത്. 1991 ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ച കംബ്ലി 1993 തന്റെ ആദ്യ ടെസ്റ്റ് കളിച്ചു. തന്റെ കരിയർ 4ാമത്തെയും 5ാമത്തെയും ഇന്നിംഗ്സുകളിൽ ഇരട്ട സെഞ്ചുറികൾ അടിച്ചുകൂട്ടി താരം ക്രിക്കറ്റ് ലോകത്തെ അമ്പരപ്പിച്ചു. 1989 രാജ്യത്തിനായി ഒരു ടെസ്റ്റ് മത്സരം കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായിരുന്നു സച്ചിൻ. 1990 മാഞ്ചസ്റ്ററിൽ ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു ആദ്യ ടെസ്റ്റ് സെഞ്ചുറി നടന്നത്. എന്നാൽ കളിയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഫോർമാറ്റിൽ ഡബിൾ സെഞ്ചുറി നേടാൻ സച്ചിൻ ഒരു ദശാബ്ദമെടുത്തു. 1999 അഹമ്മദാബാദിൽ ന്യൂസിലൻഡിനെതിരെ സച്ചിൻ തന്റെ ആദ്യ ടെസ്റ്റിൽ ഡബിൾ സെഞ്ചുറി നേടി. തന്റെ ടെസ്റ്റ് കരിയറിലെ 4ാം ഇന്നിംഗ്സിൽ തന്നെ കംബ്ലി സെഞ്ചുറി നേടി. എന്നാൽ സച്ചിൻ തന്റെ കന്നി ടെസ്റ്റിൽ സെഞ്ചുറി കണ്ടെത്തിയത് 15ാം ഇന്നിംഗ്സിലാണ്. പിന്നീട് 14 വർഷത്തിനുള്ളിൽ സാധ്യമായ എല്ലാ ബാറ്റിംഗ് റെക്കോർഡുകളും സച്ചിൻ തകർത്തിരുന്നു. കൂടാതെ 6 ഇരട്ട സെഞ്ചുറികൾ ഉൾപ്പെടെ 51 ടെസ്റ്റ് സെഞ്ചുറികളുമായി സെഞ്ചുറികളുടെ ഒരു സെഞ്ചുറിയും സച്ചിൻ തികച്ചു. 1995 തന്റെ അവസാന ടെസ്റ്റ് മത്സരം കളിച്ചതിനു ശേഷമാണ് കംബ്ലിക്ക് ഏകദിനത്തിലാണ് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചത്. 9 വർഷത്തിനിടെ 104 ഏകദിനങ്ങൾ കളിച്ച അദ്ദേഹം 32-29 ശരാശരിയിൽ നിന്ന് 2477 റൺസ് നേടി. 17 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 54-20 ശരാശരിയോടെ 1084 റൺസുമായി അദ്ദേഹം വിരമിച്ചു. ഒരു കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവതാരങ്ങളായിരുന്നു സച്ചിനും കംബ്ലിയും കണ്ടിരുന്നത്. കരിയറിലെ ആദ്യ 2 മത്സരങ്ങളിൽ തുടർച്ചയായി സെഞ്ചുറി നേടിയിരുന്നു കംബ്ലി. പിന്നീട് സ്ഥിരതയില്ലാത്ത പ്രകടനങ്ങളെ തുടർന്നാണ് താരം ഇന്ത്യൻ ടീമിന് പുറത്താകുന്നത്. ഇന്ത്യക്കായി 17 ടെസ്റ്റുകളും 104 ഏകദിന മത്സരങ്ങളും കളിച്ചിട്ടുള്ള കംബ്ലിയുടെ ക്രിക്കറ്റ് കരിയറിൽ 2004 അവസാനമായി. വിശ്വം കീഴടക്കിയ വിജയങ്ങൾക്കൊടുവിൽ വാങ്കഡയിൽ സച്ചിൻ വീരോചിതമായി വിടവാങ്ങുമ്പോൾ സ്റ്റേഡിയത്തിന്റെ ഏതോ കോണിലുണ്ടായിരുന്നു കംബ്ലി. ലോകം ശ്രദ്ധിച്ച് വിടവാങ്ങൽ പ്രസംഗത്തിൽ അങ്ങനെയൊരു പേര് കടന്നു വരുമെന്ന് പ്രതീക്ഷിച്ചവർ ഏറെയാണ്. ഒരേ സ്വപ്നങ്ങൾ കണ്ട് ഒരുമിച്ച് വളർന്നവർ, ഒരേ മികവ് പുറത്തെടുത്തവർ. അവരിൽ ഒരാൾ ഇടയ്ക്ക് വീണുപോയതിന് എത്രയെങ്കിലും ഉണ്ടാവും ഉദാഹരണങ്ങൾ. ഭാഗ്യനിർഭാഗങ്ങളുടെ ഞാണിന്മേൽക്കളിയിൽ തോറ്റുപോയവർ. നേട്ടങ്ങളുടെ വെളിച്ചത്തിൽ നിൽക്കുന്നവരുടെ തൊട്ടടുത്ത ഇരുട്ടിൽ അവരുണ്ടാകും. കംബ്ലിക്ക് നേടാൻ കഴിയാതെ പോയ സെഞ്ചുറികളെ കുറിച്ച് സച്ചിൻ ഒരു ദിവസം പറയാതിരിക്കില്ല. സൗഹൃദത്തിന് മാത്രം സാധ്യമായ അപരമായ നനവ് അന്ന് ആ ശബ്ദത്തിനുണ്ടാകും.